നമസ്കാരം. ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലൈംഗിക അനുഭവമാണ്. ചില കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കാനുള്ളത് സംഭവിച്ചിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഇത് ഈ സ്ത്രീ അവൻ്റെ അയൽവാസിയാണ്. ആ നാട്ടിലേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പെണ്ണ. സുന്ദരി എന്ന് പറഞ്ഞാൽ ഇരുനിറം, ഒരു ബാക്ക് അസാമാന്യ കാഴ്ചയാണ്. എന്ന് വെച്ചാൽ അത്ര വലിപ്പം കൂട്ടിയിട്ടല്ല, ഒരു അട്രാക്ഷനാണ്. എല്ലാവരും അങ്ങനെ അങ്ങോട്ട് നോക്കും. പക്ഷേ ഇതിൻ്റെ ഹസ്ബൻഡിന് എന്താ ജോലി എന്ന് വെച്ചാൽ എന്തോ ഒരു ടൂർ പ്രോഗ്രാമിങ് അങ്ങനെ എന്തോ ആണ്. എപ്പോഴും ഇയാൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ആഴ്ചയിലൊക്കെ വരും, ചിലപ്പോൾ 10 ദിവസം കൂടുമ്പോൾ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ചേച്ചി രാത്രി കുളിച്ച് ഒരുങ്ങിയൊക്കെ ബെഡ്റൂമുകളിലൊക്കെ ചെല്ലും. പക്ഷെ അവിടെയുള്ള ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് കുറച്ച് നേരം കൊണ്ട് ഔട്ടാവും. ഒറ്റ പരിപാടിക്ക് അയാൾക്ക് കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ അയാൾ ഉറങ്ങിപ്പോവും. ഇവർക്കൊന്നും ആവില്ല. ഇവരാണെങ്കിൽ ഞാൻ പല വീഡിയോയിലും പറയണ പോലെ അമിതമായിട്ടുള്ള ലൈംഗിക താല്പര്യമുള്ള സ്ത്രീയാണ്. എൻ്റെ കണ്ണുകൾ പരൽമീൻ്റെ കിടക്കണ പോലത്തെ കണ്ണുകളാണ്. അപ്പം ഞാനാണ് എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത്, എടാ ചേച്ചിക്ക് അസാമാന്യ കാമാസക്തി ഉണ്ട്, ഒപ്പിച്ചെടുത്താൽ നിനക്ക് കാലാകാലം യൂസ് ചെയ്യാൻ പറ്റും. നിനക്കെങ്ങനെ അത് പറയാൻ പറ്റുന്ന ചേച്ചി? അതിൻ്റെ കണ്ണ് കണ്ടാലും അറിയാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ പോകില്ല. എനിക്ക് അവിടെ പോയി വരാനൊക്കെ റിസ്ക് തേങ്ങാക്കല്ലേ. ഞാൻ എവിടെയും കയറും, അത് വേറെ കാര്യം. ചാൻസ് ഉണ്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞാൽ. അപ്പം ഞാൻ പറയാം, നിനക്ക് പറ്റുമെങ്കിൽ കേട്ടാൽ മതി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പം ഇതിന് അവസരങ്ങൾ ഉണ്ടാവണമല്ലോ. അപ്പം ഇയാൾ ട്രാവൽ ചെയ്യാനൊക്കെ പോകുമ്പോൾ പിന്നെ ഇവർ ഒറ്റക്കാം, കുട്ടികളായിട്ടില്ല. എന്ത് കാര്യത്തിന് ഇവനെ വിളിക്കുക. അപ്പം എല്ലാവരും പറയില്ല പെണ്ണുങ്ങൾക്ക് ദർശന സുഖം ഇല്ല, സ്പർശനം മാത്രമേ ഉള്ളൂ. ചില സമയത്ത് ദർശനം കൊടുക്കാൻ വേണം. കാരണം ഇപ്പം പയ്യനാണെന്നല്ലേ വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ബാക്കിലെ കിണറിൻ്റെ അവിടെയാണ് ഇപ്പം കുളിക്കൽ. അപ്പോൾ കുളിക്കണ സമയത്ത് ഇവർ അതിൽ വെള്ളം എടുക്കാനൊക്കെ വരുമ്പോൾ പുറത്ത് നനഞ്ഞാൽ പിന്നെ സാധനമൊക്കെ ശരിക്കും ഇങ്ങനെ കാണൂല. അപ്പം ഞാൻ പറയാം, അവരെ കാണുമ്പോൾ നീ തിരിഞ്ഞ് നിൽക്കുകയൊന്നും വേണ്ട, വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് അവർ കണ്ടോട്ടെ. ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാം. ഏത് പെണ്ണും അങ്ങോട്ട് നോക്കും. ഈ വളർന്നു വരുന്ന ആ പ്രായക്കാർ സാധനം എന്തോരായി എന്നൊക്കെ കാണാനുള്ളൊരു അറിയാനുള്ള ക്യൂരിയോസിറ്റിയൊക്കെ പെണ്ണുങ്ങൾക്കുണ്ട്. അതെനിക്കറിയാം. അങ്ങനെ ഇപ്പം കുളിക്കുമ്പോൾ പിന്നെ സോപ്പ് ഇടുമ്പോഴൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിലൊക്കെ സോപ്പ് തേച്ചോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്തോ കാര്യത്തിന് വന്നപ്പോൾ ഇവർ പറഞ്ഞു, കുളിക്കുമ്പോൾ ഒന്ന് ചെക്കനൊരു നാണമില്ല, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു കുസൃതി വർത്താനം പറഞ്ഞു. പക്ഷേ എന്താ കാര്യം, നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ടൊന്നും ഇപ്പോൾ ഒരു ഉപകാരമില്ല പറയും. നിങ്ങളെന്താ കണ്ടേ ചേച്ചി? ഒന്നുമില്ല. എന്ത് കണ്ടിട്ട് എന്താ കാര്യം? ഉപകാരമില്ലാതെ പിന്നെ ഇവൻ പറഞ്ഞു. അതെന്തോ ഉപകാരമില്ലാതെ? അതൊക്കെ ഇനി എന്നാ ജോലി കിട്ടണം, എന്നിട്ട് പെണ്ണ് കിട്ടണം, അപ്പോഴൊക്കെ അല്ലേ നടക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമുക്കത് കൊണ്ട് എന്താ ഗുണമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിടയ്ക്ക് ഇവന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ ഓരോ മറുപടികൾ ഇൻസ്റ്റൻ്റൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യമാകും അവർ ചോദിക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇത് വെറുതെ നോക്കിയിട്ട് നടക്കണം എന്നുള്ളൊരു മൈൻഡ് അവർക്ക് കൊടുക്കണം. ഇത് എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ യൂസ് ചെയ്യുമെന്ന് ഒരു ധ്വനി. ഏതായാലും ഇവർ ഒരു ദിവസം പറയാം, എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യമൊക്കെ ഉണ്ടെന്നാ എന്തോ അവരിങ്ങോട്ടും പറഞ്ഞു. പിന്നെ ഇവരൊരു ദിവസം പറഞ്ഞു, ചേട്ടൻ എപ്പോഴും ഉറക്കമാണെന്ന് പറഞ്ഞു. രാത്രി ഉറക്കം തന്നെയാണ്. അപ്പോൾ ഇവൻ വെച്ച് രാത്രി പിന്നെ ഉറങ്ങല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക? ഈ പൊട്ടനൊന്നും അറിയില്ല വെച്ച് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി, ചേട്ടനൊന്നും ചെയ്യില്ല ചേച്ചി. ഇല്ല, ചേട്ടൻ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ചോദിച്ചു, നിങ്ങൾക്ക് ത്രില്ലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് ചേച്ചി? ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.
അപ്പുകൻ പറഞ്ഞ് അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, ഒരു GB അറിയില്ല, ഞാൻ വീട്ടിൽ നിന്ന് സെക്കൻഡ് ഷോന് പോകുന്ന എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങാം, എന്നിട്ട് പിന്നെ സിനിമ കഴിഞ്ഞ നേരത്ത് വീട്ടിൽ ചെന്നാൽ മതിയല്ലോ. ചെല്ലണ നേരത്ത് തന്നെ വീട്ടിൽ ഇരുന്ന് വാതിൽ മുട്ടി തുറക്കൊന്നും വേണ്ട, ഇവൻ്റെ മുറിയിൽ എപ്പോഴും കയറി കിടക്കാം, കൊലയിൽ തന്നെ ഒരു സൈഡിലെ മുറിയാണ്, നേരം വെളുക്കോളം വേണമെങ്കിൽ കളിക്കാം. അങ്ങനെ പറഞ്ഞു എനിക്ക് പേടിയാണൊക്കെ പറഞ്ഞു. എന്തായാലും ഞാനിന്ന് രാത്രി വരുമെന്ന് പറഞ്ഞു. ഇവർ വന്നോളാൻ പറഞ്ഞു. ഫസ്റ്റ് ഡേ ഇവൻ ചെന്നിട്ട് ഇവനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ആദ്യം പേടിയൊക്കെ അഭിനയിച്ചെങ്കിലും കളിയാണ്ട് തുടങ്ങിയിട്ട് ഇവൻ ആ പെണ്ണ് തിന്നില്ല എന്നുള്ളു. അതിന് വേണ്ടു അവളുടെ കെട്ടി കിടന്ന വികാരമൊക്കെ ഞാൻ കൂടുതൽ എന്തെങ്കിലും വിശദീകരിക്കണ്ട, ഒക്കെ തീർത്തു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ കള്ളപ്പരിപാടി എടുക്കുമ്പോൾ ആണുങ്ങൾക്ക് പിന്നെ ഒരു പേടിയുണ്ടാവും, ആരെങ്കിലും വരുമെന്നാ കാണുമെന്നാ. അതേസമയം പെണ്ണുങ്ങൾക്ക് ഇത് സ്റ്റാർട്ടായി സെക്ഷുവലായിട്ടുള്ള വികാരം ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ ആര് വരുമെന്ന അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ മൈൻഡിലുണ്ടാവില്ല. ആവേശം, കളി, അന്ന് അവൻ്റെ പരിപ്പെടുത്തിട്ടാണ് വിട്ട്. പിന്നെ ഡെയിലി അതിനു മുമ്പ് അയാൾ എന്തെങ്കിലും ആഴ്ചയിൽ വരുമ്പോൾ കിട്ടണമെങ്കിൽ കിട്ടി, ഒരു കളിയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് വെച്ച് നിൽക്കണ പെണ്ണാണ്. അപ്പോൾ ഇപ്പം ആ പെണ്ണിൻ്റെ ചിന്ത ആ സമയത്ത് അയാളിപ്പോൾ വന്നിട്ടില്ലെങ്കിൽ സാരില്ലാണ്, മനസ്സിലായോ? വേറൊന്നുണ്ട്, ഇവനോടെല്ലാം അവൾ കുമ്പസാരിച്ച് അവർ സ്വയംഭോഗം ചെയ്താണ് അത്രയും ദിവസം പിടിച്ച് തന്നത്. മിക്ക ദിവസം സ്വയംഭോഗം ചെയ്യും. അതിനവർ അന്ന് സെക്സ് ടോയ്സ് ഒന്നുമില്ല, വഴുതന അങ്ങനത്തെ ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അന്നൊക്കെ വലിയൊരു കൺട്രോളില്ല, സെക്ഷുവലായിട്ട് നിയന്ത്രണങ്ങളില്ല. ഇപ്പോൾ അവനൊക്കെ ഏകദേശം ഇപ്പോൾ എത്രയോ വർഷം ആ പരിപാടി അവർ കണ്ടിന്യൂ ചെയ്തു. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു ശരി അങ്ങനെയൊന്നുമില്ല. ആരെയോ പേടിച്ച് ആരൊക്കെയോ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. ആർക്കും തമ്മിൽ പരസ്പരം പറ്റൂല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അല്ലെങ്കിലോ ഇഷ്ടപ്പെട്ട ആൾക്കാർ തമ്മിൽ ചെയ്താൽ എന്താ കുഴപ്പം? നമസ്കാരം.